വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ കൊഴുവയും നമ്മുടെ കായയും വെച്ചിട്ടൊരു അടിപൊളി അവിയലാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെത്തോലി അല്ലെങ്കിൽ കൊഴുവ, അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം പല സ്ഥലങ്ങളിലും പല പേര് പറയുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. അപ്പം കൊഴുവ അതിൻ്റെ മുള്ള് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കായ മുറിച്ച് ചെറിയ പീസാക്കി മുറിച്ച് അതും നന്നായിട്ട് കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തേങ്ങ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടില്ല, ഒരു ഒന്നിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിരകി എടുത്ത തേങ്ങ, അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത്, പിന്നെ ഒരു 3 അല്ലി പുളിയാണ് ഞാൻ ചേർക്കുന്നത്. കുടംപുളിയല്ല, ഞാൻ വാളംപുളിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം 3 അല്ലി പുളിയും ഇട്ട് നമ്മുടെ ചെറിയ ഉള്ളി, ഒരു 9 പീസ് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അരപ്പിന് നമ്മൾ ചേർക്കേണ്ട മസാലക്കൂട്ടുകളെന്ന് പറഞ്ഞാൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് വെള്ളം പോലെ പോവണ്ട, നമുക്കൊരു മീഡിയമിൽ അരച്ചാൽ മതി. കാരണം നമ്മുടെ തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് തേങ്ങയായിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അരപ്പ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവയിലും കായയിലേക്കും കൂടി ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പേ ഇടാവുള്ളൂ, ഒരുപാട് കൂടിപ്പോകരുത്. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് അടുപ്പത്തേക്ക് വെക്കാം. നമുക്ക് ചട്ടിയിൽ എന്നിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇതിനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മൂടി തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും അടച്ചു തന്നെ വയ്ക്കുക. ആ വെള്ളം നന്നായിട്ട് വറ്റി ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. ആ ടൈം ആകുമ്പോൾ നമ്മുടെ പച്ച വെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മുകളിൽ കൂടി തൂകി അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഒന്ന് വിതറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഈസ് റെഡി.